കാലാപ്പാടിയിൽ നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ്. ബുഷ് ആയിരിക്കുന്ന സൂപ്പർ തൈകളായി കാണിക്കുന്നത്. ഇതിൽ ഫ്ലവറും വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഫ്രൂട്ടും വന്നിട്ടുണ്ട്. കൊല കുത്തി കാഴ്ചയിരിക്കുന്നില്ലേ, കാലാപ്പാടി മാമ്പഴമാണ് കൊല കുത്തി കാഴ്ച നിൽക്കുന്നത്. അത്യാവശ്യം നല്ല വലിയ കവറിൽ തന്നെ സെറ്റ് വെച്ചിട്ടുള്ള കടവണ്ണൊക്കെ ഉള്ള സൂപ്പർ തൈകൾ തന്നെയാണ് ഇത്. ഇത് നമ്മുടെ തങ്കയത്തിൽ അഗ്രോ ഫാമിലാണ്, മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ല പെരിന്തൽമണ്ണയിലാണ് ഈ ഫാം സ്ഥിതി ചെയ്യുന്നത്. കണ്ടോ, ഇതിലൊക്കെ കാഴ്ച നിൽക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ മിയാസാക്കി മാവിന്റെ ടാഗ് കണ്ടോ, റെഡ് കളറിലുള്ള മാമ്പഴം. ഞങ്ങളിത് കഴിച്ചിട്ടുണ്ടായിരുന്നു തങ്കയത്തിൽ അഗ്രോ ഫാമിൽ തന്നെ. ഞങ്ങൾ മാമ്പഴം എടുത്ത് കഴിച്ച് റിസൾട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടിപൊളി മാമ്പഴം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ മാമ്പഴത്തിൻ്റെ മരങ്ങളാണ് ഈ കാണുന്നതൊക്കെ. അത്യാവശ്യം നല്ല കടവണ്ണുള്ള വലിയ വലിയ മരങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ഇത് ഒരുപാട് ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. നമ്മളത് മിനിമം ഈ ഒരു ലെവലിൽ 250 പീസോളം ഉണ്ടാവും ഈ വലിയ സൈസിൽ. ഓക്കെ, കണ്ടോ, ഇതൊക്കെ അടിപൊളി മരങ്ങൾ തന്നെയാണ്. എന്തായാലും മിയാസാക്കി ഞാൻ വീണ്ടും പറയാണ്, ഒരു പ്ലാന്റെങ്കിലും ഇതുപോലത്തെ ഒന്ന് വീട്ടിൽ കൊണ്ടുവെക്കണം. ഇനി ഇതല്ലെങ്കിൽ ഇതിന്റെ ചെറുതെങ്കിലും കൊണ്ടുവെക്കണം. നമ്മൾ പരിചരിച്ച ചെടികളാണ്. നമ്മൾ ഇവിടെ കൽക്കത്ത നിന്ന് വന്നതിന് ശേഷം ഇവിടെ വെച്ച് ഇപ്പൊ ഈ കാണുന്നതെല്ലാം നമ്മൾ ഇവിടെ നമ്മളെ മണ്ണിൽ വളർത്തിയെടുത്ത ചെടികളാണ്. അതായത് വെറും ആട്ടുംകാഷ്ടവും അതുപോലെ തന്നെ എല്ലുപൊടിയും മാത്രം ഉപയോഗിച്ചിട്ട് നമ്മളെ മണ്ണിൽ കേരളത്തിൽ വന്നാണ് ഇപ്പോൾ ആ കാഴ്ച മരങ്ങളും. അതുപോലെ തന്നെ അതിന് നമ്മൾ കുറച്ച് വാട്ടർ കമ്മിയാക്കിയപ്പോഴാണ് അതിന് ഫ്ലവറും കാര്യങ്ങളും വന്നത്. ഇപ്പം നമുക്കിതിൽ വെള്ളം കൊടുക്കൽ അനിവാര്യമാണ്. ഇതൊക്കെ നമ്മൾ ഇത്രയും അധികം പ്ലാന്റുകൾ ഇവിടെ തന്നെ ഈ ഏരിയയിൽ തന്നെ നമുക്ക് 4 ഏക്കർ സ്ഥലത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ നമ്മുടെ ഈ ഹിന്ദിക്കാരൊക്കെ എല്ലാം നമ്മളിത് നനക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും നമ്മൾ വെള്ളം കമ്മിയാക്കലൊന്നും പോസിബിൾ ആവില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്ത പ്രാവശ്യം എന്തായാലും ഫ്ലവർ കിട്ടും. നമ്മൾ കുറച്ച് വെള്ളമൊക്കെ പാകത്തിന് കൊടുത്താൽ നമ്മൾ ഇപ്രാവശ്യം വളർത്താനാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ആളുകൾക്ക് അത് അടുത്ത പ്രാവശ്യം ഫ്രൂട്ടും. പിന്നെ നല്ലൊരു ഫ്രൂട്ടാണ്, നീ കഴിച്ചല്ല. കാരണം എല്ലാ രീതിയിലും പ്ലസ് പോയിന്റ് അല്ലാതെ മൈനസ് മാർക്ക് കൊടുക്കേണ്ട ഒരു കാര്യം. ഇതിന്റെ ടേസ്റ്റ് നല്ല നാരില്ലാത്ത മാഴം, നല്ല അകത്തും പുറത്തും നല്ല ആകർഷകമായ കളർ, അതുപോലെ തന്നെ പുഴുക്കേടില്ല. പിന്നെ പെട്ടെന്ന് മൂത്ത് പഴുക്കുന്ന, നീ കണ്ടല്ലോ, നമുക്കൊരു 9ഓളം വെറൈറ്റി നമുക്ക് ഒരേ സമയത്ത് പൂത്ത് മാങ്ങയതാണ്. നീ ഷൂട്ട് ചെയ്തതിന്റെ വീഡിയോയിലുണ്ടോ? അതില് എല്ലാം ഇപ്പോഴും അവിടെ നിൽക്കുകയാണ്. നമ്മൾ ഇപ്പോ പഴുക്കാൻ തുടങ്ങിയിട്ടൊക്കെ ഉള്ള ചില ഇനങ്ങളൊക്കെ. അതിന് പകരം ഒരു മാസം മുമ്പ് ഏതാണ്ട് ഒരു മാസവും 10 ദിവസമൊക്കെ മുമ്പ് ആയിട്ട് നമുക്ക് പഴുത്ത ഇതായിട്ട് നമുക്ക് ഇവിടെ സാധനങ്ങൾ കിട്ടി തുടങ്ങി. മിയാസാക്കിയൊക്കെ പോയതുകൊണ്ട് ഒരു 15 ദിവസത്തോളമായിട്ട് 20 ദിവസത്തോളമായി തീർന്നു പഴുത്ത് കഴിഞ്ഞു പോയി. അപ്പൊ നേരത്തെ പഴുക്കുന്നുണ്ട്. ഏത് രൂപത്തിൽ നോക്കിക്കഴിഞ്ഞാലും പിന്നെ ആകർഷകമായ കളറ്, നന്നായിട്ട് പെട്ടെന്ന് കായ്ക്കുന്നു. ഒരു മൈനസ് മാർക്ക് കൊടുക്കാൻ ഞാൻ ഒരു മാവ് എന്നുള്ള രീതിയിൽ നമ്മൾ ട്രൈ ചെയ്താൽ ഒരാൾക്കും കഴിയില്ല. വീട്ടിലൊരു മാങ്ങ വേണം, ഒരു മാവ് വേണം എന്ന് കരുതി ആഗ്രഹിച്ച് ആളുകൾ വാങ്ങിക്കുന്നതൊക്കെ പലതും. അതായത് നമ്മൾ ഈ വലിയ പറമ്പുകളിൽ ഒരു 50 സെന്റും ഒരു 25 സെന്റും 1 ഏക്കറയും 10 ഏക്കറൊക്കെ ഉണ്ടായിരുന്ന കാലത്തുള്ള നാടൻ മാവുകളൊന്നും വാങ്ങിച്ചു വെച്ചിട്ട് ഇപ്പോൾ വലിയ പ്രയോജനം കിട്ടൂല. അപ്പോൾ ആളുകൾക്ക് ആ ഒരു മോഹം നടക്കാതെ ഒത്തിരി ആളുകൾ നമ്മളൊക്കെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ധൈര്യമായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ഇപ്പോൾ നമ്മൾ ഈ മിയാസാക്കി, അതുപോലെ തന്നെ നാംഡോക്മൈൻ്റെ ഗോൾഡ്, അതേപോലെ നമ്മുടെ കാറ്റിമൂണ്, ഇതൊക്കെ നമുക്ക് വെക്കാൻ പറ്റിയ ഒരു നല്ല വെറൈറ്റി. ആ കൂട്ടത്തിലേക്ക് ചേർക്കാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ്. ഫസ്റ്റ് ഒരു സാധാരണ മാങ്ങയെ പോലെ നമ്മളൊരു എന്താ പറയുക, ഒരു ഗ്രീൻ കളറിൽ തന്നെയാണ് ഇത് വരുന്നത്. അത് കഴിഞ്ഞ് ഒരു കണ്ണിമാങ്ങിൽ നിന്ന് വിടുന്നതോടുകൂടെ അതിനെ ഒരു ബ്രൗൺ കളറിലേക്ക് മാറുകയാണ്, ഒരു ബ്ലൂ കളറിലേക്ക് മാറുകയാണ്. അതിൻ്റെ വീഡിയോയിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് കുറച്ച് നമ്മളത് പഴുക്കാറാവുമ്പോൾ വീണ്ടും അതൊരു ആപ്പിളിൻ്റെയൊക്കെ ഒരു കളറിലേക്ക്, നമുക്കൊരു കാശ്മീർ ആപ്പിളിൻ്റെയൊക്കെ ഒരു സ്വഭാവത്തിലുള്ള കളറിലേക്കാണത്. ആ ടാഗിൽ നീ കാണിച്ച അതേ ഇതിലാണ് നമ്മളത് ടാഗുമായിട്ട് ചേർത്ത് വെച്ചല്ലോ നമ്മുടെ മാങ്ങ. അപ്പോൾ അതേ ഒരു സ്വഭാവത്തിലാണ് നമുക്ക് അതേ രൂപത്തിലുള്ളതാണ് കിട്ടുന്നത്. ഈ വെറൈറ്റീസ് കാട്ടിമൂൺ മാങ്ങ കേട്ടോ. കാട്ടിമൂൺ മാങ്ങ നമ്മുടെ ഫ്രണ്ടിൽ നമ്മൾ പോട്ടിൽ വെച്ചതും അതുപോലെ തന്നെ വലിയ കാഴ്ച നിൽക്കുന്നതൊക്കെ ആയിട്ടുള്ള മരങ്ങൾ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചെറിയ തൈകളാണ് നമ്മൾ ഈ കാണിക്കുന്നത്. ഇതിൽ ഫ്ലവർ വന്നിട്ടുള്ള നല്ല പ്ലാന്റുകളുണ്ട്, അതുപോലെ തന്നെ നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് ഈ കാണിക്കുന്നതൊക്കെ. ഇതിൽ ഫ്ലവർ വന്നിട്ടുണ്ട്, അവിടെ ഫ്ലവർ വന്നിട്ടുണ്ട്, ഇവിടെ ഇത് ഫ്ലവറാണ്. ഈ പുറത്തുനിന്ന് മാങ്ങ പിടിച്ചുകൊണ്ടിരിക്കുന്നു, ഇതിൽ മാങ്ങ പിടിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നോക്കൂ, കണ്ണെത്താത്ത ദൂരത്ത് നമുക്ക് കിടക്കുന്നുണ്ട്. ഇതൊക്കെ പവാന്റെ ഉള്ളതൊക്കെ ഇതൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് ഈ ഒരു പ്ലാന്റ് ഒരു സെക്ഷൻ മാത്രമേ ഉള്ളൂ. ഇനി എത്ര സെക്ഷൻ കിടക്കും? ഒരുപാട് സെക്ഷൻ, 10,000-ലേറെ നമ്മളിത് സ്റ്റോക്ക് ഇപ്പൊ ഉണ്ട്. നമ്മളടുത്ത് ഇവിടെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. നഴ്സറിക്കാർക്കും കൊണ്ടുപോകാനുള്ള അത്രയും സ്റ്റോക്ക് ഇവിടെ ഉണ്ട്. ഇതിനിപ്പോ ഒരു സ്ഥലം ഇല്ലാത്ത ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു പോട്ടിൽ വെച്ചാൽ അവരുടെ ആഗ്രഹം സഫലീകരിക്കാൻ പറ്റും. കാരണം നീ കണ്ടില്ല, ഓരോ പോട്ടിൽ നിൽക്കുന്ന ഒരു എനിക്ക് തോന്നുന്നു ഒരു 10-20 25 ഇഞ്ചിന്റെ ഒക്കെ ഒരു കവറിൽ സാധാരണക്കാരൻ കൊണ്ടുവച്ചാൽ ആൾക്ക് ഒരു 10-25 മാങ്ങ അടുത്ത പ്രാവശ്യം ഇതിൽ നിന്ന് ഇപ്പോൾ ഒരു തൈ കൊണ്ടുവച്ചാൽ കിട്ടും. അവരുടെ ആഗ്രഹത്തിന് അവർക്ക് മാങ്ങ കഴിക്കാൻ, സ്വന്തം വീട്ടിലുണ്ടായത് കഴിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവും.
കാരണം നമ്മൾ എവിടുന്ന് വാങ്ങിച്ചാലും കാറ്റിമൂണാണെന്ന് ഉറപ്പുള്ള ഒരു സ്ഥലത്ത് നിന്ന് അവർക്ക് വിശ്വാസമുള്ള അവർ വാങ്ങിച്ചോട്ടെ. കാറ്റുമ്പോൾ കാശ് നിൽക്കുന്നുണ്ടല്ലോ അതിലൊക്കെ അല്ലേ? അതെ അതെ, ഇതവിടെ കാശ് നിൽക്കുന്നുണ്ട്, ഇഷ്ടം പോലെ നിൽക്കുന്നുണ്ട്. അത് കാഴ്ചതും പൂത്തതും നല്ല ഹെൽത്തി പ്ലാന്റുകളാണ്, ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളടുത്ത് ഒരാൾ വന്നു കഴിഞ്ഞാൽ ആൾക്ക് തെരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ ഓപ്ഷൻ ഉണ്ട്. എത്ര രൂപക്ക് നമുക്ക് കൊടുക്കത്? അവർ ആവശ്യപ്പെടുന്ന ഒരു 200 മുതൽ ഉണ്ടാവും. 200 രൂപ കൊടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് സെയിൽ ചെയ്യാം. അതെ, നഴ്സറിക്കാർക്ക് ഒന്നും കൂടി വില കുറച്ച് കൊടുത്തൂടെ? നഴ്സറിക്കാർക്ക് നമ്മൾ തീർച്ചയായിട്ടും കുറച്ച് കൊടുക്കും, കാരണം അവർക്ക് പ്രോഫിറ്റ്. റംബുട്ടാൻ N18 വലിയ മരമാണ്, ഫ്ലവർ വന്നിട്ടുള്ളതാണ് നമ്മൾ കാണിക്കുന്നത്. എല്ലാ കമ്പിലും നമുക്ക് ഏതെങ്കിലും കമ്പ് ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കാം, എല്ലാ കമ്പും പൂത്ത് ചുരുങ്ങിയത്. ഇപ്പൊ ഇതിൽ നിന്ന് ഈ പ്രാവശ്യം ഒരു 5 കിലോ, അതായത് ഒരു കൊലയിൽ ഇപ്പോൾ എത്ര റംബുട്ടാൻ ഉണ്ടാവുന്ന ആളുകൾക്ക് അറിയാലോ. അതായത് ഇവിടെ 2 കായതൊക്കെ പിടിച്ച് കുറച്ച് നേരത്തെ ഉണ്ടായതാണ്, ഏകദേശം കായായി. അതുപോലെ മൊത്തം നമുക്ക് ഇതിന്റെ റൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു 2.5-3 അടി വട്ടം ഉണ്ടാവില്ലേ? 3 അടി വട്ടം ഉണ്ടാവില്ലേ? അതായത് ഒരു ചെറിയ കിണറിന്റെ വട്ടം, ഒരു ചെറുതല്ല, ഒരു കിണറിന്റെ വട്ടം ഉണ്ടാവില്ലേ? ഈ കമ്പ് മൊത്തത്തിൽ വട്ടത്തിലാണ് നിൽക്കുന്നത്. നമ്മൾ നല്ല ബുഷായ ചെടിയാണ്. ഇതിപ്പോ നമ്മൾ കൊടുക്കുന്നത് 30 കവറിലാണ്. ഇനി 2-4 കൊല്ലം ഇതിനകത്ത് തന്നെ വെച്ചാൽ മതി, മാറ്റേണ്ട ആവശ്യം കൂടെ അല്ല, ഇങ്ങനെ കൊണ്ടുപോയി വെക്കാൻ പറ്റും. മുരട് നോക്ക്, കൊണ്ടു നോക്ക്, ചെടീന്റെ മൂപ്പ് അറിയാൻ പറ്റും. ഒരു 5 വർഷം പ്രായമുള്ള ചെടിയാണ്. ഇഷ്ടം ഈ കാണുന്നത് കംപ്ലീറ്റ് അതാണ്. രണ്ടും നമ്മുടെ അടുത്ത് പിന്നെ എന്ത് പ്ലാന്റ്, ഇതൊന്നും എടുത്ത് പറയിട്ടാ ഹുസൈനെ പൊട്ട. നമ്മളെ അടുത്ത് എന്ത് പ്ലാന്റ് ആണെന്നുണ്ടെങ്കിലും അത് ബൾക്കായിട്ടുണ്ടാവും. 100 കണക്കിന് ഇപ്പൊ ഇതും അവൈലബിൾ ആണ്. അത് ഇങ്ങനെ കൊണ്ട് പോകുന്നു. ഈ ചെടിയൊക്കെ നോക്കും, ഇതിലൊക്കെ എല്ലാത്തിലും അതിനകത്ത് കായ വലിയ, നേരത്തെ അവിടെ കാണിച്ച പോലെ വലിയ കായായിട്ടുണ്ട്. ഇവിടെ കൊലകൊലയായിട്ട് പിടിച്ചിട്ടുണ്ട്, അത് കായ പിടിച്ചതാണ്. അതേമാതിരി ഇപ്പുറത്ത് ഫ്ലവർ വരുന്നത്. ഇതിപ്പോ ഒരു എത്ര വട്ടം ഉണ്ടാവും? ഇത് അതിലും കൂടുതലുണ്ടാവും. ഇതൊരു 10, അങ്ങോട്ടും ഇങ്ങോട്ടും 10 അടി വീതി ഉണ്ടാവും. ശരിക്കും നല്ല പരന്നെടുക്കുന്നുണ്ട്, നല്ല പരന്ന്, അത്രയും പരന്ന്. ഇനി ഇതിൽ നോക്കാം, ഇത് പറഞ്ഞിട്ടില്ലേ നോക്കാം, ഇതിലെന്താ ഫ്ലവർ ഇല്ലേ? അതില് കായ നോക്കാം, വലിയ കായും ചെറിയ ഫ്ലവർ പോകണം നന്നായിട്ട് ചടന്ന് ഫ്ലവർ. അപ്പോൾ ഇതാണ് ഇതിൽ പുറത്തത് ഒരു കൊലയായിട്ടാണ് നിൽക്കുന്നത്, മൂത്തത്. പിന്നെ അതാ ഫ്ലവർ ഇനി നോക്കാം, ഒന്ന് കാണിച്ചതിലുള്ള ഫ്ലവർ. ഇതൊക്കെ എത്ര വലിപ്പമുണ്ട്! ഇതല്ല ഇത്ര. അതുപോലെ തന്നെ ഇനി ഹൈറ്റ് ഉള്ള ചെടി വേണ്ട, ഇതാ ഹൈറ്റ് നോക്കാം. ഇതിന്റെ മുകളിൽ നോക്കാം, ഫ്ലവർ ഇല്ലേ നോക്കാം. ഇതല്ല, ഈ കമ്പടക്കായ ഇതിന്റെ ഉണ്ടോ? ഇത് ഇവിടെ വന്നിട്ട് എടുത്താലേ കാണുള്ളൂ, അവിടെ എത്തിയിട്ടുണ്ട് കമ്പ്. അങ്ങോട്ടേക്ക് എത്തിയിട്ടല്ലേ? അതിന്റെ വണ്ണം മൂപ്പും ഒക്കെ ഇതാണ്. വലിയൊരു മരം. ഇതാണ് ഇത്ര പോന്ന. ഇനി പുറത്തുള്ളതോ ഇത് വലിപ്പത്തിൽ വലിയ വ്യത്യാസം ഉണ്ടോ? ഇത് അതിന് ഇതിന് ഇത്രയും മൂത്ത് 5 വർഷമായ ചെടികളാണ്, ഇഷ്ടം പോലെ. അതായത് ഇപ്പോൾ വരുന്ന ഒരാൾക്ക് മിനിമം ഒരു 10-100 ചെടിയിൽ നിന്ന് സെലക്ട് ചെയ്യാം. മിനിമം ഒരു 100 ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്തുണ്ടാവും. സ്ഥലമില്ലാത്തവർക്ക് റൂഫിന്റെ മുകളിൽ വെക്കാം, അങ്ങനെ വെക്കാം. അതിന് മാത്രം. അതായത് ഈ കവറിൽ ഇനി നമ്മൾ പറയുന്നുണ്ട് ഒരു 3-4 വർഷം കൂടെ ഈ കവറിൽ തന്നെ വെച്ചാലും അവർക്ക് ഇത് കിട്ടിക്കൊണ്ടിരിക്കും. അതിൽ കൊല നോക്കാം, ഇപ്പുറത്ത് വന്ന് നോക്കാം, അതിന്റെ കൈമുള്ള ഒരു കൊല നിറഞ്ഞു നിൽക്കുന്നു. അടിപൊളി. ഇത് കണ്ടോ, അതുപോലെ കായ പിടിക്കുന്നു, നിറയെ കാഴ്ച ഇഷ്ടം പോലെയാണ്, ഒരുപാടുണ്ട്. ഇങ്ങനെ ഇങ്ങോട്ട് വന്നൊക്കെ ഇതൊക്കെ തന്നെ ഈ ഇരിക്കുന്നതും അതിന്റെ മുകളിലുള്ളത് ഇഷ്ടം പോലെയാണ്. നമ്മൾ ആരെയും കൊണ്ടുപോയിട്ട് വീട്ടിൽ വെക്കുകയാണെങ്കിൽ എന്തെങ്കിലും വളം കൊടുക്കേണ്ട ആവശ്യമുണ്ട്? ഒന്നും ചെയ്യണ്ട. ഇതിപ്പോ ഇനി ഒരു 6 മാസത്തിനുള്ള എല്ലാ സംഭവം അതിനകത്ത് നമ്മൾ ചെയ്തു, അതിനകത്തുണ്ട്. അല്ല, ഇനി 6 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വളം? 6 മാസം ഇനി അടുത്ത കായ്ക്കുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് എന്തെങ്കിലും കുറച്ച് എല്ലുപൊടിയോ അല്ലെങ്കിൽ കുറച്ച് ആട്ടുംകാഷ്ടോ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ നമ്മൾ അതേ കൊടുക്കാറുള്ളൂ, ആ കെമിക്കൽ കൊടുക്കാറില്ല. ഇനിയിപ്പോ ഇത്രയും വലിയ എമൗണ്ട് വാങ്ങിച്ചു കൊണ്ടുപോകാൻ പറ്റാത്ത ആൾക്കാർക്ക് ചെറിയ എമൗണ്ടിൽ ഇവിടെ ഇല്ലേ? അത് ചെറുത് 1750 കാഴ്ചതുണ്ട്. ഇനി അതല്ല, നമുക്ക് കായ്ക്കാറായ പ്ലാന്റുകൾ ഞങ്ങൾ തന്നെ ബെഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മളെ ബെഡിങ് ആണ്, നമ്മളെ മദർ പ്ലാന്റുകളാണ് കാണുന്നത്. അതൊക്കെ നമ്മളെ മദർ പ്ലാന്റ് ആണ്. ആ സൈഡ് കൂടെ കംപ്ലീറ്റ് ഈ 2 സൈഡിലും കാണിക്കുന്നത് ഫുള്ള് നിറച്ച് കാഴ്ച നമ്മളെ മദർ പ്ലാന്റുകളാണ്. എത്ര രൂപ സ്റ്റാർട്ട് ചെയ്യുന്ന റംബുട്ടാൻ? നമുക്ക് ഇവിടെ ഈ ഒരു 200 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ബഡ് ചെയ്ത് വെച്ചിട്ടുള്ള തൈകളാണ്. കണ്ടോ, ഇതൊക്കെ ബഡ് ചെയ്തിട്ടുള്ള ഒരുപാട്. ഏതാണ്ട് ഒരു 10-15 ദിവസം കൊണ്ട് നമുക്ക് ബഡിങ് വിൽപ്പനക്ക് തയ്യാറാവുന്ന തൈകളാണ്.